ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ മോർണിംഗ്. നിലൂന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റവ കാച്ചിയതാണ്. ആവശ്യത്തിന് വെള്ളം എടുത്ത് അല്പം ഉപ്പും പഞ്ചസാരയും ഇട്ട് അതിലേക്ക് ഞാനിപ്പോൾ പാൽപ്പൊടിയാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തത്. പാലിരിപ്പില്ല. നന്നായിട്ട് കലങ്ങി കഴിയുമ്പോൾ ഇതുപോലെ റവ ഇട്ട് കുറുക്കി എടുക്കാം. ഒരുപാട് തിക്കാക്കാൻ നിൽക്കണ്ട. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് കേസരി പരുവത്തിലെത്തും. അതുകൊണ്ട് റവ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഏതാണ്ട് ഒരു പാതിരയാകുമ്പോൾ കുക്കുസാർ എണീറ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെയും നടുക്ക് വന്ന് കിടക്കും. നിലു പിന്നെ ആ കാണുന്ന ടെഡി ബിയേഴ്സും ഫ്ലഫി ടോയ്സും ഒക്കെ ഏട്ടൻ കിടന്ന് ഉറങ്ങിക്കോളും. എന്നിട്ട് ഞാൻ എൻ്റെ കോഫി അങ്ങ് സെറ്റ് ചെയ്തു. എനിക്കും കുക്കുസാറിനും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഇന്ന് മുട്ടദോശയാണ് ഉണ്ടാക്കുന്നത്. ജെനി ചേച്ചി ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ആദ്യമായിട്ട് കാണുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും. പെട്ടെന്ന് വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഈ സാധനം അടിപൊളിയാണ്. ഇതാകുമ്പോൾ കറിയൊന്നും ഉണ്ടാക്കി മെനക്കെടയും വേണ്ട. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, എനിക്കും ഇഷ്ടമാണ്. ചെറിയൊരു സ്നാക്ക് പോലെ ഇരിക്കും, എന്നാൽ ഹോൾസമും ആയിരിക്കും. ലേശം എണ്ണ ഞാൻ ദോശക്കല്ലിന്റെ പുറത്ത് തൂവുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി ദോശക്കല്ല് പുറത്തെടുത്തിട്ട്, അതുകൊണ്ട് തന്നെ കല്ലൊന്ന് മയക്കി ഇതേ ദോശമാവ് ഒഴിച്ചു. എന്നിട്ട് അതിന് മീതേക്ക് ഇതുപോലെ ഓരോ മുട്ട പൊട്ടിച്ചൊഴിക്കാം. മേലെ ഒന്ന് സെറ്റായിട്ട് വേണം മുട്ട പൊട്ടിച്ചൊഴിക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഇത്തിരി മുളക് പൊടി, പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഇതുപോലെ തിരിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. കുറച്ചും കൂടെ ഫില്ലിംഗ് ആയിട്ട് ചെയ്യണമെങ്കിൽ 2 എഗ്ഗ് യൂസ് ചെയ്യാം. പുറത്ത് പനീറോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഒക്കെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇന്ന് എന്തായാലും ലഞ്ചാക്കും, അപ്പോൾ ഇത് മതി തൽക്കാലത്തേക്ക്. ഇതിൻ്റെ കൂടെ കറിയും ഷുഗറും ഒന്നും വേണമെന്നില്ല. ഇതുപോലെ ചൂടോടെ എടുത്ത് കഴിച്ചിട്ട് ഓരോ സിപ്പ് കാപ്പിയും കൂടെ ആകുമ്പോൾ സംഗതി അങ്ങോട്ട് കളറാവും. ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം.